ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഈ പെറ്റൂണിയ കണ്ടില്ലേ? ഇത് വൈറലായ ഒരു പെറ്റൂണിയാണ്, നമ്മുടെ ബീട്രൂട്ട് റെഡ്. ഇതിനെക്കുറിച്ച് ഒരുപാട് എൻക്വയറികൾ വന്നായിരുന്നു. ഒരു 10,000-2000 കോളുകൾ, മെസ്സേജുകൾ എല്ലാം വന്നു. നമുക്ക് റിപ്ലൈ കൊടുക്കാനോ അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഏറ്റവും കൂടുതൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഇതിൻ്റെ പോട്ടിൻ മിക്സ് എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചത്. കുറച്ച് പേർക്ക് ഞാൻ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, റിപ്ലൈ ഇട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്ന, അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരമാവുമല്ലോ. ഇത് എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയതാണ്. എല്ലാവർക്കും ഇത് സക്സസ് ആവണമെന്നില്ല, മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഒരാൾ ചെയ്യുന്നത് എല്ലാവർക്കും ശരിയാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. സക്സസ് ആവുകയാണെങ്കിൽ നല്ലതല്ലേ. ഞാൻ ഒരുപാട് നോക്കിയിട്ട് ലാസ്റ്റിലാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ പോട്ടിംഗ് മിക്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അന്നേരം ഫസ്റ്റിലെ തന്നെ ഒരു ചട്ടിക്കകത്ത് ഞാൻ പൊടിമണ്ണുണ്ടല്ലോ, നമ്മുടെ കല്ലില്ലാത്ത പൊടിമണ്ണ്, പിന്നെ അതിന് ഒരു ചട്ടി ചാണകപ്പൊടി, ചകിരിച്ചോറ് മുക്കാൽ ചട്ടി എടുക്കുള്ളൂ, ഫുൾ എടുക്കില്ല കേട്ടോ. ചകിരിച്ചോറ് കൂടിയപ്പോൾ എനിക്ക് ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറ് ഇച്ചിരി കുറച്ച് നോക്കിയേ. പിന്നെയെന്ന് പറഞ്ഞാൽ 5 പോട്ടാണ് എനിക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാനൊരു 3-4 പിടി എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുവേ. ചകിരിച്ചോറും ചാണകപ്പൊടിയും നമ്മുടെ മണ്ണും എല്ലുപൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കരിയില എടുത്ത് നമ്മുടെ പോട്ടിങ്ങിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മണ്ണിൽ മിക്സ് ചെയ്തില്ല, പോട്ടിൻ്റെ ഏറ്റവും അടിയിലിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്, ഹോൾ അടയ്ക്കണം. ഹോളിൽ നമ്മുടെ മെറ്റിലിൻ്റെ പീസോ ഓടിൻ്റെ പീസോ എന്തെങ്കിലും വെച്ചാൽ, അത് നമുക്കെല്ലാവർക്കും അറിയാം, ഏത് ചെടി നട്ടാലും അത് ആവശ്യമാണല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആദ്യം ഓടിൻ്റെ പീസ് വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് കരിയില, ഉണങ്ങിയ കരിയില ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിട്ട് ഫില്ല് ചെയ്തു ഏറ്റവും അടിയിൽ. അത് കഴിഞ്ഞ് നമ്മുടെ മണ്ണ് ഫില്ല് ചെയ്ത് പോട്ടിനകത്ത്. അത് കഴിഞ്ഞിട്ട് ആ പെറ്റൂണിയ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് മണ്ണെല്ലാം ഇട്ട് കൊടുക്കും. അത് കുറച്ച് ദിവസം തണലത്ത് വെച്ചേക്കും. വന്നിട്ട് നമ്മളങ്ങ് ഷെയ്ഡിലെടുത്ത് വെച്ചേക്കും. പിന്നെ വെള്ളം ഞാൻ പോട്ടിങ് നോക്കും, നനവുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. അങ്ങനെ, കാരണം 2 നേരവും വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. നമ്മൾ പോട്ടിങ്ങിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കാവൂ. വെള്ളം കൂടിയാലും ഇത് പ്രശ്നമാണല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ പോട്ടിങ് നോക്കിയിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ. ഈ ചകിരിച്ചോറ് കുറച്ചിടുന്നത് കൊണ്ട് പോട്ടിങ്ങിൽ എപ്പോഴും നനവ് നിൽക്കില്ല. എനിക്ക് സാധാരണ രാവിലെ വെള്ളം ഒഴിച്ചാൽ, ഇപ്പോഴത്തെ ചൂടും കൂടിയല്ലേ, അതുകൊണ്ടായിരിക്കാം രാവിലെ വെള്ളം ഒഴിച്ചാൽ വൈകിട്ടും മിക്കവാറും ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്. ചില ദിവസം മാത്രമേ ഉള്ളൂ ഒഴിക്കാത്തത്. നനവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒഴിക്കാതെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനിയും പറയാനുള്ളത്, എന്ത് വളമാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ സാധാരണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. 19 യൂസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴെല്ലാം എൻ്റെ പ്ലാന്റ് ചീഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ അതെല്ലാം നിർത്തിവെച്ചു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, വിട്ടുപോയേ. നമ്മൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് മണ്ണിനകത്ത് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ സാധാരണയെന്ന് പറഞ്ഞാൽ എല്ലാം നട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ച് സാഫ് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്ന് തളിക്കാറുണ്ട് കേട്ടോ. അന്നേരം എന്തെങ്കിലും ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ മാറട്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സാഫ് ഒന്ന് യൂസ് ചെയ്യാറുണ്ട്. അതും കൂടി ചെയ്യണം നമ്മൾ കേട്ടോ. പിന്നെന്താണ് പറയാനുള്ളത്, അങ്ങനെ വളങ്ങളൊന്നും അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസമോ ഒരു 20 ദിവസമോ കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ഒന്ന് കുറച്ചേ ഇടത്തുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇടില്ല. കാരണം നമ്മൾ പോട്ടിങ്ങിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആ പോട്ടി മിക്സിൻ്റെ ആവശ്യമേ ഉള്ളൂ സാധാരണ. പിന്നെ ഇടയ്ക്കെങ്ങാനും ഞാൻ ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒന്നിട്ട് കൊടുക്കും. ചുവട്ടിൽ നിന്ന് മാറ്റി ഒന്നിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് 2 ദിവസമോ 3 ദിവസമോ വെച്ചിരുന്നിട്ട് അതിൽ പഴത്തൊലി എങ്ങാനും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കുവേ. എന്നിട്ട് അതുകൂടെ ഞെരടിയിട്ട് പിന്നെ അതിൻ്റെ നേർപ്പിച്ചിട്ട്, അതായത് അതിൻ്റെ വെള്ളമെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് അത് ചിലപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒത്തിരി കട്ടിക്കൊന്നുമല്ല, നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് പഴത്തൊലിയുടെ ആ കൊന്തുണ്ടല്ലോ, അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. അതെല്ലാം ഞാൻ ചട്ടിയിൽ അങ്ങനെ ഇടാറില്ല. കാരണം ചെടിക്ക് ചീഞ്ഞങ്ങാണോ എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ചെടിച്ചട്ടിയിലും അത് ഇടാറില്ല. അതല്ലാതെ നിലത്ത് നിൽക്കുന്ന എന്തെങ്കിലും ചെടിക്ക് കൊണ്ടിടും, അതേ ഇടാറുള്ളൂ. അല്ലാതെ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുവേ.
അതൊക്കെ ഉള്ളൂ. പിന്നെ വെയിൽ, അത് സാധാരണ എല്ലാ ചെടിക്കും വെയിൽ ഒക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയ്ഡിലാണ് വെച്ചിരുന്നത് പെറ്റൂണിയ. ഫസ്റ്റിലത്തെ പെറ്റൂണിയ എല്ലാം എൻ്റെ ഷെയ്ഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കുറച്ച് പ്ലാന്റ് ആയത് മാത്രമേ ഉള്ളൂ ഞാൻ നല്ല ലൈറ്റിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എനിക്ക് എത്ത് പൊട്ടുന്നില്ലായിരുന്നു, നിറച്ച് ഫ്ലവറായി. പക്ഷേ അതിന് ബ്രാഞ്ചസ് ഒന്നും വന്നില്ല ഇപ്പോഴത്തെ പ്ലാന്റിന്. ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്, അതിന് നിറച്ച് ബ്രാഞ്ചസും ഒക്കെ വന്നായിരുന്നു. എനിക്ക് ഒരുപാട് ബ്രാഞ്ച് വന്നായിരുന്നു പിന്നെ. പക്ഷേ അതിലെല്ലാം എന്നിട്ട് അങ്ങ് ഫ്ലവറായി. അപ്പോൾ എനിക്ക് കൂടുതൽ പ്ലാന്റ് എടുക്കാനോ ഒന്നും പറ്റിയില്ല, ഫുള്ളങ്ങ് ഫ്ലവറായായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഫ്ലവറിന് വേണ്ടിയിട്ട്. ഫസ്റ്റിലെ ഫ്ലവറല്ലേ, അപ്പോൾ അത് കാണാനുള്ള ആക്രാന്തം കൊണ്ട് അതിൻ്റെ ബ്രാഞ്ചസ് ഒന്നും എടുക്കാതെ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ട്രിപ്പ് ബ്രാഞ്ചസ് എടുക്കണമെന്ന് വെച്ചതിനോട്ട് എടുക്കാൻ പറ്റിയില്ല. അതിന് മുമ്പേ ഫ്ലവറായി. അത് നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം നന്നായിട്ട് അങ്ങ് ഫ്ലവറായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ആ ചേട്ടൻ എന്നോട് വിളിച്ച് ചോദിച്ചത് വന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ വന്ന് വീഡിയോ എടുത്തു. അതെല്ലാവരും കണ്ടു. ഒരുപാട് പേര് എന്നെ വിളിച്ചു, സംസാരിച്ചു. ഒരുപാട് പേർക്ക് കാണാൻ ആഗ്രഹമുണ്ട്, വീട് വന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചു. പക്ഷേ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. കാരണം വെറുതെ വന്നിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. വരുന്നവർക്ക് നമ്മൾ പ്ലാന്റ് കൊടുക്കേണ്ടേ, കൊടുക്കാനുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലില്ലാത്ത. അങ്ങനെ ഒരുപാട് ആൾക്കാർ കുട്ടികളെ ഇഷ്ടപ്പെട്ടു, വീട് ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. പിന്നെന്താ പറയാനുള്ള, ഇന്ന് ഒരു ആൻറ്റി എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു. ട്രെയിൻ കയറി വീട്ടിൽ എന്നെയും പിള്ളേരെയും കാണാൻ വേണ്ടിയിട്ട് വന്നു. ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഗിഫ്റ്റ് വരെ കൊണ്ടു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഇതിനോടൊന്നും ഒരാഗ്രഹവും ഇല്ല, ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി കേട്ടോ. അങ്ങനെ രാവിലെ ഒരു ആൻറ്റി എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല, ഞാൻ കുറച്ച് ബിസിയായിപ്പോയി. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അപ്പോൾ നാളെ ഹസ്ബൻഡ് പോവാണ്. അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. എനിക്ക് കൂടുതലൊന്നും ആൻറ്റിയോട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് ആൻറ്റി പോയി. പിന്നെന്താ പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. നമുക്ക് കാണാം. ചെടികൾ മാക്സിമം ഞാൻ തരാൻ ശ്രമിക്കാം എന്നേ പറയാവുള്ളൂ. കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ കേട്ടോ. കാരണം ഇത്രയും പേർ കൂടി തരാനുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ അങ്ങോട്ട് ശരിയാകുന്നില്ല, എത്ര പ്ലാന്റ് വെച്ചിട്ടും ഉരുകി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം, വെയിറ്റ് ചെയ്യുക. പ്ലാന്റ് തരും, ഞാൻ മാക്സിമം തരാൻ ശ്രമിക്കും. നിങ്ങളെപ്പോലെ തന്നെ ചെടികളെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പ്ലാന്റ് തരുന്നതായിരിക്കും. പിന്നെന്താ പറയാനുള്ളത്, അങ്ങനെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയും നാളെ മുതൽ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. പോട്ട് മിക്സ്, ഓരോ പ്ലാന്റിൻ്റെയും കെയർ ഞാൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല, എല്ലാവർക്കും ശരിയാകുമോ എന്നും അറിയില്ല. അപ്പം എല്ലാവർക്കും